സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഹല്ലേലൂയ! ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതായ ഈ ദിവസം ദൈവത്തിൻ്റെ ശക്തമായ വചനത്തിൽ കൂടി അവൻ്റെ ഉയർപ്പിൻ്റെ ശക്തിയെ മനസ്സിലാക്കുവാൻ, അവൻ നമുക്ക് വേണ്ടി ചെയ്തതായ ക്രൂശിലെ യാഗത്തെയും ക്രൂശിലെ മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും നാം ധ്യാനിക്കുമ്പോൾ ആത്മീയ ശക്തി പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ സാക്ഷികളായി, ജീവനുള്ള ദൈവത്തിൻ്റെ സാക്ഷികളായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ അവൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് അവനോട് അപേക്ഷിക്കാം. സുഖമായിരിക്കുന്നു? കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. ഉയർത്തെഴുന്നേറ്റതായ ക്രിസ്തുവിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സകലത്തെയും നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം 5 വാക്യം വായിക്കുന്നു, കേൾക്കുക. ഭയപ്പെട്ട് മുഖം കുനിച്ച് നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവൻ ഉള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുമ്പേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്ത്? ഈ ആഴ്ച മുഴുവനും നാം യേശുവിൻ്റെ ക്രൂശ് മരണവും അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെയും കുറിച്ചുള്ള കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അവൻ്റെ ക്രൂശിൽ കിടന്നുള്ള 7 മൊഴികളെക്കുറിച്ചും അവനെ ഉപദ്രവിച്ച രീതിയും അവനെ ദൂഷിക്കുകയും നിന്ദിക്കുകയും ചെയ്ത് ആ ഭാരമേറിയ ക്രൂശ് അവനെ കൊണ്ട് ചുമപ്പിച്ച് അവനെ നടത്തിച്ചു കൊണ്ടുപോയി ഗോൽഗോത്ത മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ ക്രൂശിൽ അവനെ കിടത്തിയിട്ട് അവൻ്റെ കൈകളിലും കാലുകളിലും ആണികൾ അടിച്ച് അങ്ങനെ ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവൻ ക്രൂശിൽ കിടക്കാനിടയായി. കർത്താവ് ക്രൂശിൽ നിന്ന് തൻ്റെ സ്നേഹവും കരുണയും ദീർഘക്ഷമയും ദയയും എല്ലാം വെളിപ്പെടുത്തി സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നിലവിളിച്ചുകൊണ്ട് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതും നാം ചിന്തിക്കാനിടയായി. ആ വൈകുന്നേരം അരിമത്യക്കാരനായ യോസേഫ്, നിക്കോദിമോസ് അവൻ്റെ ശരീരത്തെ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് പൂശുകയും അവൻ്റെ ശരീരം തുണിയിൽ പൊതിഞ്ഞ് അരിമത്യക്കാരനായ യോസേഫ് തനിക്ക് വേണ്ടി പണി കഴിപ്പിച്ച ആ കല്ലറയിൽ അവൻ്റെ ശരീരം വെച്ചു. ശിഷ്യന്മാർ അവനെ എടുത്തുകൊണ്ടുപോകുമെന്ന് ഭയന്നിട്ട് റോമ സാമ്രാജ്യം ചങ്ങലകൾ കൊണ്ട് പൂട്ടി ആ കല്ലറയെ മുദ്രവയ്ക്കാനിടയായി. 4 പേരെ അവിടെ കാവലിനും വെച്ചു. എന്നാൽ എന്താണ് സംഭവിച്ചത്? ഞായറാഴ്ച കാലത്തു തന്നെ ഒരു വലിയ തേജസ്സോടെ, വലിയ പ്രകാശത്തോടുകൂടി സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ ഇറങ്ങി വരികയും കല്ലറയുടെ വാതിലിൽ ഉരുട്ടിവെച്ചിരുന്നതായ ആ കല്ല് ഉരുട്ടി മാറ്റപ്പെടുകയും മരിച്ചുപോയതായ ക്രിസ്തുവിൻ്റെ ശരീരം ആ മരണത്തെ ജയിച്ചുകൊണ്ട് ജീവനുള്ളവനായി എഴുന്നേൽക്കുകയും കല്ലറയെ തുറന്ന് മരണത്തെ ജയിച്ച് ജീവനുള്ളവനായി അവൻ അനേകർക്ക് പ്രത്യക്ഷമാവുകയും ചെയ്തു. യേശുക്രിസ്തു കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് വാദിക്കുന്നവർ ഉണ്ട്. നോക്കുക, ചില നിരൂപണങ്ങൾ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് വാസ്തവമാണെന്ന് നമുക്ക് തോന്നാനിടയാകും. സാധാരണ ആ കാലങ്ങളിൽ യഹൂദന്മാരുടെ സമ്പ്രദായ പ്രകാരം മരിച്ചവരുടെ ശരീരത്തെ നേർത്ത തുണി കൊണ്ട് ചുറ്റി 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 നമ്മുടെ കാല് ഒടിയുകയാണെങ്കിൽ പ്ലാസ്റ്റർ ചുറ്റുകയില്ലേ, അങ്ങനെ ശരീരം മുഴുവൻ ചുറ്റുവാൻ ഇടയാകും. അതുകൊണ്ടാണ് ലാസറിനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ചപ്പോൾ കർത്താവ് കെട്ടുകൾ അഴിക്കാൻ പറഞ്ഞത്. ആ കെട്ടുകൾ അഴിക്കാൻ ഒരുപാട് സമയം എടുക്കാറുണ്ട്. യേശുക്രിസ്തുവിന്റെ ശരീരവും അങ്ങനെ കെട്ടിയാണ് കല്ലറയിൽ വെക്കാൻ ഇടയായത്. കാലത്ത് കല്ലറകൾ ഗുഹകൾ പോലെയാണ്. അത് കല്ലിൽ തന്നെ വെട്ടിയെടുത്ത കല്ലറകളാണ് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൽ മരിച്ച ആളുകളുടെ ശരീരം വെച്ചിട്ട് വലിയ ഒരു പാറയെ വിലങ്ങായിട്ട് വയ്ക്കുമായിരുന്നു. ആ ദിവസം ആ കല്ലറയിൽ അവനെ വെച്ച സമയത്ത് അവൻ ജീവനുള്ളവനായി എഴുന്നേറ്റത് കൊണ്ട് അവനെ ചുറ്റിയിരുന്നതായ ആ തുണി നല്ലവണ്ണം മടക്കി വെച്ചിട്ട് അവിടെ ഇരിക്കുന്നത് അവിടെ വന്നവർ കാണാനിടയായി.
ഒരുപക്ഷെ അവൻ്റെ ശരീരം ആരെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ പ്രയത്നിച്ചാൽ ആ ബാൻഡേജോട് കൂടി തന്നെ എടുത്തുകൊണ്ട് പോകത്തില്ലേ? ധൃതി വെച്ച് എടുത്തുകൊണ്ട് പോകുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യാറുള്ളത് സാധാരണ? എന്നാൽ ആ ബാൻഡേജ് എല്ലാം അഴിച്ച് അവിടെ മടക്കി വയ്ക്കണമെങ്കിൽ അതിന് ഒരുപാട് സമയമെടുക്കാനിടയാകും. അതുകൊണ്ട് അവനെ മരണത്തിന് കീഴടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ്റെ ശരീരം മഹത്വമുള്ള ശരീരമായി വെളിയിൽ വന്നപ്പോൾ അവന് ഒരു ദോഷവും ഉണ്ടായിരുന്നില്ല. 3-ാം ദിവസം ശരീരം ജീർണിക്കാനിടയാകും. അതുപോലെ ആ കല്ലറയുടെ വാതിൽ അടച്ചിരുന്നതായ കല്ല് വലിയ ഒരു കല്ലായിരുന്നു. ചില സ്ത്രീകൾ അതികാലത്ത് തന്നെ അവൻ്റെ ശരീരത്തിൽ സുഗന്ധം പൂശാൻ വേണ്ടി വന്ന സമയത്ത് നമുക്ക് വേണ്ടി ആ കല്ല് ഉരുട്ടി മാറ്റുമെന്ന്, അത് 10-15 ആളുകൾ ചേർന്നിട്ട് ഉരുട്ടി മാറ്റുവാൻ ശ്രമിച്ചാലും കഴിയാത്ത വണ്ണമുള്ള കല്ലാണ്. സ്ത്രീകൾ ഇങ്ങനെ വിചാരിച്ചു വന്നപ്പോൾ തന്നെ ആരോ ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു. ആ കല്ലിന്റെ മുകളിൽ ദൈവത്തിന്റെ ദൂതൻ ഇരിക്കുന്നതും അവർ കണ്ടു. ആ കല്ല് നോക്കിയാൽ തനിയെ ഉരുണ്ടു മാറിയതാണെന്ന് അറിയുവാനും കഴിയും. കാരണം ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയെ ജയിക്കാൻ കഴിയുന്ന ശക്തി പിന്നെ എന്താണുള്ളത്? അതുകൊണ്ടാണ് ദൂതൻ പറഞ്ഞത്, ജീവനുള്ളവനെ നിങ്ങൾ എന്തിനാണ് മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്? അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. റോമൻ കാവൽക്കാർ എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ സുരക്ഷ ഉള്ളവരാണ്. എന്നാൽ ആ കാവൽക്കാർ ആ വലിയ പ്രകാശത്തെ കണ്ടിട്ട് അവർ ഭയപരവശരായി പോവുകയും പിന്നീട് ഓടിപ്പോവുകയും കാണാം. യേശുക്രിസ്തു ജീവിക്കുന്നവനാണ്. അവൻ ഏറ്റവും ആദ്യം മഗ്ദലക്കാരത്തി മറിയയ്ക്ക് പ്രത്യക്ഷമായി. ചില സ്ത്രീകൾ കല്ലറയിൽ വന്നിട്ട് കുനിഞ്ഞു നോക്കി അവിടെ യേശുവിനെ കാണാത്തത് കൊണ്ട് അവർ തിരിച്ചുപോയി. എന്നാൽ മഗ്ദലക്കാരത്തി മറിയ അവിടെ കരഞ്ഞുകൊണ്ട് എൻ്റെ രക്ഷകനായ കർത്താവേ എവിടെ, അവനെ ആരെടുത്തുകൊണ്ടുപോയി എന്ന് ചോദിച്ചു. വളരെ ദുഃഖത്തോടെ ആയിരിക്കുന്നതായ സമയം. എന്തിനാണ് മകളെ കരയുന്നത് എന്ന് കർത്താവ് ചോദിക്കുകയും അവൾ അപ്പോൾ അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് പറഞ്ഞു, എൻ്റെ കർത്താവിനെ ആരോ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തുകൊണ്ട് പോയിക്കോളാം എന്ന് പറയുകയും അപ്പോൾ കർത്താവ് അവളെ പേര് വിളിച്ചിട്ട് സംസാരിച്ചു, മറിയേ. ആ വിളിയും ശബ്ദവും തിരിച്ചറിഞ്ഞ കർത്താവാണെന്ന് മനസ്സിലാക്കിയ മറിയ അവന്റെ മുൻപിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നത്. അവൻ പറഞ്ഞു, എന്നെ തുടരുത്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല. നീ പോയി ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ശിഷ്യന്മാരോട് പറയുക എന്ന് പറയുകയും ചെയ്തു. അവൾ ഓടിപ്പോയിട്ട് ഞാൻ യേശുക്രിസ്തുവിനെ കണ്ടു എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് യെരൂശലേമിൽ കൂടെ പോകുമ്പോൾ എല്ലാവരും പറഞ്ഞു, ഇവൾക്ക് ഭ്രാന്താണെന്ന്. ശിഷ്യന്മാരോട് പറഞ്ഞിട്ടും അവർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവരും ഓടി വന്നിട്ട് കല്ലറയിൽ നോക്കുവാൻ ഇടയായി. എന്നാൽ കല്ലറ ശൂന്യമായി കിടന്നിരുന്നു. കർത്താവിനെ അവർക്ക് കാണാൻ കഴിയാത്തതുകൊണ്ട് അവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ ദിവസം എമ്മോസിലേക്ക് പോകുന്നതായ 2 ശിഷ്യന്മാരോട് കൂടെ കർത്താവ് നടക്കാനിടയായി. താൻ ഉയർത്തെഴുന്നേറ്റ് അവരോട് കൂടെ നടന്നു. എന്നാൽ അവർക്കത് മനസ്സിലായില്ലായിരുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും യേശുവിനെ കുറിച്ച് പറഞ്ഞ് തർക്കിക്കുകയായിരുന്നു. ആ സമയം അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് പറഞ്ഞ് കർത്താവ് അതെല്ലാം വ്യാഖ്യാനിച്ചു കൊടുത്തതായ സമയത്ത് അവരുടെ ഹൃദയദൃഷ്ടി തുറക്കുവാൻ ഇടയായി. അവൻ തിരുവെഴുത്തുകളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം കത്തിയില്ലേ എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ വചനങ്ങൾ അവരുടെ ഹൃദയത്തെ കത്തിക്കുവാൻ ഇടയാക്കിയിരുന്നു. അതുമാത്രമല്ല, ഞായറാഴ്ച വൈകുന്നേരം ശിഷ്യന്മാരെല്ലാം ഭയപ്പെട്ട് മുറിയിലിരിക്കുന്ന സമയത്ത് അവൻ അകത്തേക്ക് വരാനിടയായി. നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ സർവ്വ ലോകത്തിലും ചെന്ന് സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക എന്നും പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് ഊതുകയും ചെയ്തു. എന്നാൽ ആ സമയത്ത് 12 ശിഷ്യന്മാരിൽ ഒരുവനായ യൂദാ ഇസ്കര്യോത്ത് തൂങ്ങി മരിക്കുകയും ചെയ്തു. 11 ശിഷ്യന്മാരിൽ ഒരുവനായ തോമസ് അവരുടെ കൂടെ ഇല്ല. തോമസ് തിരിച്ചു വന്ന സമയത്ത് ആ 10 പേർ ചേർന്ന് കർത്താവിനെ ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തോമസ് പറഞ്ഞു, നിങ്ങൾ എത്ര പേർ പറഞ്ഞാലും അവൻ്റെ ആണിപ്പഴുതേറ്റ ആ കരം തൊട്ടുനോക്കാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് തോമസ് പറഞ്ഞു. എത്ര സ്നേഹമുള്ള ദൈവമാണ്! 10 പേർ വിശ്വസിച്ചല്ലോ, ഒരുവനല്ല വിശ്വസിക്കാത്തത്, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ല. അവനു വേണ്ടി വീണ്ടും അവർ കൂടിയിരുന്ന സമയത്ത് യേശു പ്രത്യക്ഷപ്പെടുവാനിടയായി. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവർക്ക് വേണ്ടി വീണ്ടും പ്രത്യക്ഷപ്പെടാനിടയായി. തോമസേ, നിന്റെ വിരൽ നീട്ടിയിട്ട് എൻ്റെ മുറിവ് നീ തൊട്ടുനോക്കൂ. നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുവാൻ
ശ്രമിക്കൂ എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ അവൻ, എൻ്റെ കർത്താവേ, നീയാണ് ദൈവം, നീയാണ് എൻ്റെ കർത്താവ്. തോമസ് പലപ്പോഴും ചോദിക്കുമായിരുന്നു, പിതാവ് എവിടെയുണ്ടെന്ന് കാണിക്കാമോ, പിതാവ് എവിടെയാണെന്ന് പറയാമോ? ഇപ്പോൾ അവന് മനസ്സിലായി, പിതാവും അവനാണ്, പുത്രനും അവനാണ്. തങ്ങളോട് കൂടെയായിരിക്കുന്നവൻ മറ്റാരുമല്ല, മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതായ ദൈവമാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ എന്ന് വിളിച്ച് അവന് സമർപ്പിക്കാനിടയായി. ആ തോമസ് ആയിരുന്നു ആദ്യമായിട്ട് നമ്മുടെ രാജ്യത്തിലേക്ക് സുവിശേഷ ഘോഷണവുമായി വന്നതെന്ന് നമുക്കറിയാം. യേശു അനേകർക്ക് അനേക രീതിയിൽ പ്രത്യക്ഷപ്പെടുവാൻ ഇടയായി. അവൻ ജീവനുള്ളവനാണ്. നിങ്ങൾ ഇനിയും വിശ്വസിക്കുന്നില്ലേ? 500ഓളം ആളുകൾ നോക്കി നിൽക്കുമ്പോൾ അവൻ സ്വർഗാരോഹണം ചെയ്ത് പോകുവാനിടയായി. 500ഓളം വിശുദ്ധന്മാരെ ഒലിവുമലയിലേക്ക് അവൻ കൂട്ടിക്കൊണ്ട് പോയിട്ട് അവർ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ അവൻ ആകാശത്തിലേക്ക് കയറിപ്പോകാനിടയായി. എന്നാൽ അതെല്ലാം മായയാണ്, അതെല്ലാം അവരുടെ തോന്നലാണ്, അതെല്ലാം അവരുടെ ഭ്രാന്താണെന്ന് ചില ആളുകൾ വിചാരിക്കാറുണ്ട്. 500 പേർക്ക് ഒരേ സ്വപ്നം ഉണ്ടാകുമോ? 500 പേർക്ക് ഒരേ ദർശനം തന്നെ ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. അതുമാത്രമല്ല, ഇവർക്കെല്ലാം കർത്താവ് പ്രത്യക്ഷപ്പെട്ട രീതി നോക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട്, ഒരു വിശേഷണത ഉണ്ട്. കാരണം അവൻ ഉയർത്തെഴുന്നേറ്റ ശേഷം 40 ദിവസങ്ങൾ തൻ്റെ മക്കൾക്ക്, തൻ്റെ ശിഷ്യന്മാർക്ക്, തന്നിൽ വിശ്വസിക്കുന്നവർക്ക്, തന്നിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നവർക്ക് തന്നെ താൻ വെളിപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ഉദ്ദേശം, നിങ്ങൾ ഇനിയും ചെയ്യണം, ഞാൻ എൻ്റെ പണി അവസാനിപ്പിച്ച് സ്വർഗത്തിലേക്ക് പോകുന്നു, നിങ്ങളെ ഞാൻ സാക്ഷികളായി ഇവിടെ ആക്കിയിരിക്കുകയാണ്, നിങ്ങൾ സകല ലോകത്തിലേക്കും ചെന്ന് സകല മനുഷ്യരോടും രക്ഷയുടെ പദ്ധതി ഒരുക്കമായിരിക്കുന്നു, രക്ഷ വന്നിരിക്കുന്നു. മരണത്തെ ജയിച്ച, പാതാളത്തെ ജയിച്ച, പിശാചിന്റെ തലയെ തകർത്ത, പാപത്തിന് പരിഹാരം ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് രക്ഷയുണ്ടെന്നും സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ഉണ്ട് എന്നും ഉള്ളതായ ഈ നല്ല വാർത്ത എല്ലാവരെയും നിങ്ങൾ പോയി അറിയിക്കുക. പാപത്തിന്റെ കുഴികളിൽ അനേകർ വീണ് ഉഴലുകയാണ്, പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പോയി നിങ്ങൾ അറിയിക്കുക. കൊറോണ വൈറസ് കാരണമായി അനേകം രാജ്യങ്ങളിൽ എത്രയോ ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ ആരെങ്കിലും ഈ കൊറോണ വൈറസിന് നല്ലൊരു വാക്സിൻ കണ്ടുപിടിച്ചിരിക്കുന്നെന്ന് വിചാരിക്കൂ. ഉടനെ പരിഹാരം ലഭിക്കുന്ന ഒരു മാർഗം കിട്ടിയെന്ന് വിചാരിക്കുക. അത് എല്ലാവരോടും പോയി അറിയിക്കണമെങ്കിൽ, അത് എല്ലാവരോടും പോയി പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും എല്ലാം ഉണ്ട്. എന്നാൽ ഇപ്പോഴും ഒരു മീഡിയയും ഇല്ലാത്തതായ എത്രയോ ആളുകൾ ലോകത്തിലുണ്ട്. ഈ സുവിശേഷത്തെ എല്ലാവരിലേക്കും എത്തിക്കുവാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അതെ, യേശുക്രിസ്തു സത്യ ദൈവമാണെന്നും അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റ രക്ഷകനായ ദൈവമാണെന്നും ജീവിതകാലം മുഴുവൻ പാപത്തിന് അടിമകളായിരിക്കുന്നതായ മനുഷ്യനെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വിടുവിക്കുന്നതിന് വേണ്ടി മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ മരണത്താൽ തന്നെ ജയിച്ച് ആ യേശുക്രിസ്തു നമ്മോട് കൂടെയുണ്ടെന്ന് ഉള്ളതായ കാര്യം എല്ലാവരും വിശ്വസിക്കണം, നാം അറിയിക്കണം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ പോകുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞത് നാം ഓർക്കേണ്ടതാണ്. അതെ, യേശുക്രിസ്തു ജീവനുള്ളവനാണ്, അവൻ ജീവനുള്ള ദൈവമാണ്, അവൻ പ്രാർത്ഥന കേൾക്കുന്നവനാണ്, നിന്റെ കഷ്ടത കാണുന്ന ദൈവമാണ്, നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുവാൻ കഴിവുള്ളവനാണ്, പാതാളത്തെ ജയിച്ചവൻ ആണ്, പിശാചിന്റെ തല തകർത്തവൻ ആണ്, നിന്റെ പാപത്തിന്റെ പരിഹാരമായിട്ട് രക്തം ഒഴുക്കിയവനായതുകൊണ്ട് നിന്നെ സൗഖ്യപ്പെടുത്തുവാൻ കഴിയും, നിന്നെ ആശ്വസിപ്പിക്കുവാൻ കഴിയും, നിന്റെ വിഷമതകൾ മാറ്റുവാൻ കഴിയും. നീ വിളിച്ചാൽ കേൾക്കുന്നവനാണ്, നീ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ അവന്റെ മൃദുസ്വരം നിനക്ക് കേൾക്കുവാൻ കഴിയും. അവന്റെ രക്ഷയെ പ്രാപിച്ച ആളുകൾ, അവനിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട ആളുകൾ, അവനെ മഹത്വപ്പെടുത്തുന്ന ആളുകൾ ഇന്ന് അനേകം പേരുണ്ട്. പ്രിയ സഹോദര സഹോദരി, യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുക. അവൻ കല്ലറയിൽ ഇല്ല. ജീവനുള്ളവനെ നിങ്ങൾ എന്തിനാണ് മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്? ലോകം ഉണ്ടായതു മുതൽ ഇന്നുവരെയും ജനിച്ചവർ എല്ലാവരും മരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആദാം 930 വർഷം ജീവിച്ചിരുന്നു, എന്നാൽ അതിനുശേഷം മരിച്ചുപോയി. എത്ര വലിയ രാജാവാണെങ്കിലും എത്ര വലിയ പ്രശസ്ത വ്യക്തിയാണെങ്കിലും അവർ മരിച്ച് അടക്കപ്പെട്ട
അവരുടെ കല്ലറകൾ ഇന്നുവരെയും അങ്ങനെ തന്നെ അടഞ്ഞു കിടക്കുകയാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു. നിങ്ങൾ യെരുശലേമിൽ ചെല്ലുകയാണെങ്കിൽ ഇപ്പോഴും ആ തുറന്നു കിടക്കുന്നതായ കല്ലറ കാണുവാൻ കഴിയും. യേശുക്രിസ്തു ജീവനുള്ള ദൈവമാണ്. യേശുക്രിസ്തു ജീവനുള്ള ദൈവമാണെന്ന് എത്ര വിവരിച്ച് പറഞ്ഞാലും, ഏതെല്ലാം രീതിയിൽ പറഞ്ഞാലും നിങ്ങൾക്ക് വിശ്വാസം ഇല്ല എങ്കിൽ പ്രയോജനമില്ല. നിങ്ങൾ ഈ കർത്താവിനെ അന്വേഷിക്കുവാൻ ശ്രമിക്കൂ. സുന്ദർ സിംഗ് എന്ന ഒരു സിഖ് വ്യക്തി യഥാർത്ഥ ദൈവം ആരാണെന്ന് അറിയുന്നതിന് വേണ്ടി മുറിയിൽ കയറിയിട്ട് കഥകടച്ച് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കാനിടയായി. യഥാർത്ഥമായൊരു ദൈവമുണ്ടെങ്കിൽ എനിക്ക് പ്രത്യക്ഷമായിട്ട് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു എന്ന് തീരുമാനമെടുത്തിട്ട് ഒരുപാട് പേര് വിളിച്ചിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ ഇടയായി. യേശുവിൻ്റെ നാമം അദ്ദേഹത്തിന് ഇഷ്ടമില്ലാതിരുന്നിട്ടും അതിനു മുമ്പ് ആ ബൈബിൾ എടുത്തിട്ട് അത് കീറിക്കളയുകയും അത് കത്തിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു. യഥാർത്ഥ ദൈവം ആരാണെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച സമയത്ത് അദ്ദേഹത്തിന് വെളിപ്പെട്ടത് ആരാണെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ മുറിയുടെ ഒരു മൂലയിൽ നിന്ന് ക്രൂശിതനായ യേശുവിൻ്റെ ദർശനം കാണുകയും എൻ്റെ മകനെ എന്നുള്ള വിളി കേൾക്കുകയും ചെയ്ത് രക്ഷാസന്തോഷം അനുഭവിച്ചറിഞ്ഞ് സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ജീവിതാവസാനം വരെ ജീവിക്കുവാനിടയായി. നിങ്ങളും അതുപോലെ എന്നെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുമെന്ന് കർത്താവ് പറഞ്ഞു. നിങ്ങൾക്കിപ്പോഴും ഈ ദൈവത്തിൻ്റെ മേൽ സംശയമുണ്ടെങ്കിൽ, യേശുക്രിസ്തു യഥാർത്ഥ ദൈവമാണോ എന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അനാവശ്യമായ പരസ്യ പ്രസ്താവനകൾ അല്ലാതെ നിന്റെ ഹൃദയത്തിൽ നിനക്ക് അനുഭവിച്ചറിയേണ്ടതിന് പൂർണ്ണമായ മനസ്സോടുകൂടി ആഗ്രഹത്തോടുകൂടി നീ അവൻ്റെ മുൻപിൽ മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിച്ചാൽ അവൻ്റെ മൃദുസ്വരം കേൾക്കുവാൻ ഇടയാകും. അവൻ ഉണ്ട് എന്ന് നിനക്ക് വിശ്വസിക്കുവാനും കഴിയും. ഈ ഉയർപ്പിൻ്റെ ദിവസത്തിൽ യേശു ജീവിക്കുന്നവനാണ്. എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവൻ മരണത്തെ ജയിച്ചു. സ്വർഗത്തിലേക്ക് അവൻ കയറിപ്പോയി. ഇപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നതായ സമയത്ത് 500ഓളം ആളുകൾ തലയുയർത്തി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 2 ദൈവദൂതന്മാർ പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? ഇനിയും നിങ്ങൾ എന്തിനാണ് നോക്കിക്കൊണ്ടേ ഇരിക്കുന്നത്? എങ്ങനെയാണോ കർത്താവ് നിങ്ങളുടെ അടുത്തു നിന്ന് സ്വർഗത്തിലേക്ക് ഇപ്പോൾ കയറിപ്പോകുന്നത്, അതേ രീതിയിൽ തന്നെ അവൻ വാനമേഘത്തിൽ മടങ്ങി വരും. നിങ്ങളിനിയും സകല ലോകത്തിലേക്കും പോയിട്ട് സകല മനുഷ്യരോടും രാജാതിരാജാവായി വരാൻ പോകുന്നതായ ഈ ക്രിസ്തുവിനെക്കുറിച്ച്, അവൻ ചെയ്തിരിക്കുന്നതായ ഈ യാഗത്തെക്കുറിച്ച്, പാപത്തിന്റെ പരിഹാരമായി ചെയ്തിരിക്കുന്ന ഈ യാഗത്തെക്കുറിച്ച്, അവന്റെ നാമത്തിലുള്ള ആ രക്ഷയെക്കുറിച്ചും സകല ജനത്തോടും പറയുക എന്ന് ആ ദൂതന്മാർ പറഞ്ഞു. അതാണ് ഈ ദിവസം യെരുശലേമിലും ശമരിയയിലും ഭൂമിയുടെ അറ്റം വരെയും നിങ്ങൾ എൻ്റെ സാക്ഷികളായി തീരും എന്ന വചനത്തിന് പ്രകാരം ആ 12 പേർ ശിഷ്യന്മാരും അവരോട് കൂടിയുള്ള കുറച്ച് വിശ്വാസികളും പെന്തക്കോസ്ത് ദിനത്തിൽ ഉയരത്തിൽ നിന്നുള്ള ശക്തിയെ പ്രാപിച്ച ശേഷം സകല രാജ്യങ്ങളിലേക്കും ചെന്ന് സകല മനുഷ്യരോടും സുവിശേഷം പ്രസംഗിച്ച്, ഈ ദിവസം നിങ്ങളും ഈ രീതിയിൽ കർത്താവിൻ്റെ സുവിശേഷം കേൾക്കുവാൻ ഇടയായി. രക്ഷകൻ ജനിച്ചിരിക്കുന്നു, ഇതൊരു സുവിശേഷമാണെന്ന് എല്ലാവരോടും അപ്പോൾ പറയാനിടയായി. അവൻ കാൽവരി ക്രൂശിൽ മരിച്ച സമയത്ത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യത്തെ ഒരിക്കൽ കൂടി നിങ്ങളോട് അറിയിക്കുകയാണ്, വെളിപ്പെടുത്തുകയാണ്. ഈ കർത്താവിനെ, യേശു കർത്താവിനെ നിങ്ങളുടെ രക്ഷകനായി സ്വീകരിക്കുക. ജീവനുള്ള കർത്താവിനെ സേവിക്കുന്നവരായ നാം സ്വർഗത്തിൽ ജീവനുള്ള ആ കർത്താവിനോട് കൂടെ നിത്യമായി വസിക്കേണ്ടതിന് നമുക്ക് മാർഗം കാണിച്ചു തന്ന ഈ യേശുക്രിസ്തുവിനെ പൂർണ്ണമായി വിശ്വസിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, നീ പുനരുദ്ധാനം ചെയ്തു എന്ന് നിന്റെ വചനത്തിൻ്റെ അനേകം തെളിവുകളിലൂടെ നാം കാണുമ്പോൾ വിശ്വാസത്തോടുകൂടി എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചിരിക്കുന്നു, മരണത്തെ ജയിച്ച് പാതാളത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നതിനായി, വേഗം മേഘത്തിൽ വരാൻ പോകുന്ന അവനു വേണ്ടി കാത്തിരിക്കുന്നതിനായി, നീ നൽകിയിരിക്കുന്ന ഈ രക്ഷ അംഗീകരിക്കുന്നതിനായിട്ട്, നിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായിട്ട് നിന്റെ സാക്ഷികളായി ജീവിക്കുന്നതിനായി ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും നീ സഹായിക്കണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റവനാണ്. വേഗത്തിൽ അതിവേഗത്തിൽ രാജാതിരാജാവായി ഈ ലോകത്തിലേക്ക് അവൻ വരാൻ പോവുകയാണ്.
അവനിൽ നിങ്ങൾ വിശ്വസിക്കുക. നമ്മുടെ സകല പാപത്തിനും അവൻ പരിഹാരം ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ സകല പാപങ്ങളും നാം ഏറ്റുപറയുകയാണ് എങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമായതുകൊണ്ട് സകല അനീതിയിൽ നിന്നും അവൻ നമ്മെ വിടുവിക്കുവാൻ ഇടയാക്കും. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപത്തിൽ നിന്നും നമ്മെ വിടുവിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുക. യേശുവിനെ നിങ്ങൾ ഇനിയും വിശ്വസിച്ചിട്ടില്ല എങ്കിൽ ചോദിക്കുക, ഞാൻ നേരിട്ട് കണ്ടിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ തോമസിനെ പോലെ വിശ്വാസത്തോടുകൂടി അവനോട് ചോദിക്കുക. എന്നാൽ കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ട് വിശ്വസിക്കുന്നവരെക്കാൾ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്താണ്? നാം അനേകം വിഷയങ്ങൾ കാണാതെ തന്നെ വിശ്വസിക്കുന്നുണ്ട്. കാറ്റ് അടിക്കുന്നത് നാം കണ്ടിട്ടാണോ വിശ്വസിക്കുന്നത്, അതോ അനുഭവിച്ചിട്ടാണോ വിശ്വസിക്കുന്നത്? എന്താണ്? ഈ ലോകത്തിൽ നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, ആരിലും ആശ്രയിക്കുവാനും കഴിയില്ല. എന്നാൽ കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ നമുക്ക് സംശയമാണ്. യഥാർത്ഥത്തിൽ നാം ജനിച്ചപ്പോൾ നമ്മുടെ മാതാവിനെ നമുക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ മാതാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് നിങ്ങൾ തന്നെയാണോ എൻ്റെ മാതാവെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയുകയാണെങ്കിൽ എത്ര സങ്കടകരമാണത്. ആ മാതാവിന് അതെത്ര വേദനാജനകം ആയിരിക്കും. അതുപോലെ നിന്റെ സൃഷ്ടികർത്താവായ ദൈവത്തിൽ നീ സംശയം വയ്ക്കുവാൻ പാടില്ല. ഈ ലോകത്തെ ജയിച്ചതായ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നത് വാസ്തവമാണ്. ആ പുനരുദ്ധാനത്തിന്റെ ശക്തി കൊണ്ടാണ് ഇന്നു നാം സാക്ഷികളായി ജീവിക്കുവാൻ കഴിയുന്നത്. നമ്മുടെ സകല പാപത്തിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ അവൻ ശക്തിയുള്ളവനായിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുവാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരുക്കത്തോടെ ആയിരിക്കുന്നു. അനുഗ്രഹീതമായ ശുശ്രൂഷയെ നിങ്ങളും ഭാഗവക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സഹായങ്ങൾ അയച്ചു തന്നുകൊണ്ട് ഈ പരിപാടിയിൽ ഭാഗവക്കാവുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും മറ്റും ഞങ്ങളെ അപ്പോൾ അറിയിച്ചുകൊണ്ടിരിക്കുക. താഴെ കാണുന്നതായ ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ വിവരങ്ങൾ വിളിച്ചു പറയുകയും ചെയ്യുക. ഒരുപക്ഷെ വാട്സപ്പിൽ കൂടിയാണ് നിങ്ങളുടെ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് പങ്കുവയ്ക്കുന്നതെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ നിന്ന് ടെക്സ്റ്റുകളും മെസ്സേജുകളും അയയ്ക്കുക. ദയവചെയ്ത് ആ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ലഭിക്കാത്തതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഫോണിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ നൽകിയിരിക്കുന്ന ഈ നമ്പറിലേക്ക് വിളിക്കുക. കർത്താവിന്റെ ഹിതമെങ്കിൽ വീണ്ടും കാണാം. അപ്പോൾ വരെ ദൈവത്തിന്റെ മഹാകൃപ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ